ഹലോ ഹായ് വെൽക്കം ബാക്ക്. പരിപ്പ് കഴുകിയതിലോട്ട് കുറച്ച് ചുവന്നുള്ളി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്തിട്ട് ഒന്ന് കുക്കറിൽ വേവാനായിട്ട് വെക്കാം കേട്ടോ. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ഡലിയും സാമ്പാറും കേട്ടോ. ഇഡ്ഡലിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. തട്ടിലൊക്കെ വെളിച്ചെണ്ണ തൂത്ത് കൊടുത്തതിന് ശേഷം ഇഡ്ഡലി മാവ് കോരി ഒഴിക്കുന്നുണ്ട്. വേവാനായിട്ട് ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ. പച്ചക്കറികളൊക്കെ ഇന്നലെ തന്നെ തയ്യാറാക്കി വെച്ചതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വേവിച്ച പരിപ്പിലേക്ക് പച്ചക്കറികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ സാമ്പാർ മസാലയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പുളി കഴുകിയ വെള്ളം ഉപ്പും കായപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഇഡ്ഡലി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ സാമ്പാറിന് പുറമെ തേങ്ങ അരച്ച ചട്നിയും കൂടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഇഡ്ഡലി ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ തേങ്ങ അരക്കാം. തേങ്ങയിൽ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് താളിച്ചൊഴിക്കാം കേട്ടോ. ഒരു പാൻ വെച്ച് അതിൽ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ആവശ്യത്തിന് ചുവന്നുള്ളി ചെറുതായി കട്ടാക്കിയതും ആവശ്യത്തിന് വേപ്പിലയും വറ്റൽമുളകും ചേർത്ത് ഒന്ന് താളിച്ചൊഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു സാമ്പാറിൻ്റെ മേളിൽ ഈ ഒരു ചമ്മന്തിയും കൂടി വരുമ്പോൾ സൂപ്പറാണേ. കുട്ടികളൊക്കെ പോയതിനു ശേഷം ചെടികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ ഇവിടെ കുറേ പുല്ല് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്റർലോക്ക് കട്ടയിലും ചെടികളുടെ ഇടയിലൊക്കെ കുഞ്ഞു കുഞ്ഞു പുല്ലുകൾ ഉണ്ടായിരുന്നേ. അതൊക്കെ ഒന്ന് വേഗം പറിച്ച് കളഞ്ഞതിന് ശേഷം അടിച്ചു വാരി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ വെട്ടിക്കളയുന്നത് ആര്യവേപ്പിന്റെ ഇലയാണ് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വളർന്നു പോണത് എനിക്ക് ഇഷ്ടമല്ല. നമുക്ക് ഇന്ന് ആവശ്യത്തിൽ കൂടുതൽ മുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരാഴ്ചത്തേക്കുള്ള മുളക് നമുക്ക് ഈ ഒരു മുളകും തൈകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അടുത്തത് ക്ലീൻ ചെയ്യേണ്ടത് ഈ ഒരു ശംഖുപുഷ്പം ഉണ്ട്. ഇത് ഒരുപാട് പടർന്നു പന്തലിച്ച് കിടക്കുകയാണ്. ഇത്രത്തോളം വെട്ടി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇനിയാണ് അടുത്ത ടാസ്ക്. ഫ്രണ്ടിൽ കുറച്ച് പുല്ലുകൾ ഈ ഇന്റർലോക്ക് കട്ടേൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അത് പറിച്ചു കളയാൻ ഇത്തിരി ടാസ്ക് ആയിരുന്നേ. മാത്രമല്ല നല്ല വെയിലും. അത്യാവശ്യം പറിച്ചതിന് ശേഷം ഞാൻ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ആഴ്ചയിലൊരിക്കലും ചെയ്തു വരുന്ന ക്ലീനിങ് ആണ് ഇത്. നമുക്ക് ഇത്രത്തോളം മുളക് കിട്ടിയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഓക്കെ.